ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ? അപ്പോൾ ഒരുപാട് നാളായി ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ വരണം, ബസ് കയറണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ബസ് കയറണമെങ്കിൽ ഇവിടെ വരണം. അതാണ് 11-ാം മൈൽ. ഇത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നുകൊണ്ടൊക്കെയാണ് ഇവിടുന്ന് ബസ് കയറിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ വേണ്ടി വന്നതാട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകരുത്, വാങ്ങേണ്ട കാര്യമൊന്നുമില്ല, അവിടുന്ന് വാങ്ങാൻ കിട്ടും. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇവിടുത്തെ പോലെ വാങ്ങിയ എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പം അങ്ങനെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് പോയതാട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ബുക്ക് സ്റ്റാളും അങ്ങനെ സ്കൂളിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങി. പിന്നെ ഞങ്ങൾ അടുത്തതായി ഒരു ചെരുപ്പ് വാങ്ങാൻ പോയി. സ്കൂൾ ഷൂ ആണ് കേട്ടോ. ഒരു വെള്ളയും വേണം, ഒരു കറുപ്പും വേണം. അപ്പം അങ്ങനെ ഞങ്ങൾ ചെരുപ്പും കൂടിയും വാങ്ങിച്ചു. പിന്നെ ഷൂകൾ നല്ല രസമുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട്, അതൊന്നും വാങ്ങിയില്ല. സ്കൂളിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ വാങ്ങിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വന്നു. പിന്നെ അവിടുന്ന് പോന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയാം, ഈ തലയിലൊക്കെ ഈ ചൂടിന് നല്ല പേനുണ്ട് കേട്ടോ. പേനേക്കാളും കുറച്ച് ഈരുണ്ട് ഈ പിന്നെ തലേൻ്റെ ബാക്ക് സൈഡ് ഒരുമാതിരി ഒരു വൃത്തികേട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതും കൂടി വാങ്ങിയിരുന്നു ഇവിടുന്ന്. പിന്നെ അതിനെത്രയും 40 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ പേര് മെഡിലൈസാണ് കേട്ടോ. അതിന് 40 രൂപയാണ്. പിന്നെ ഇതൊരു പടക്കാട്ടോ. അതിങ്ങനെ ഒരു പാക്കറ്റായി വരുന്നതാണ് ഒരു പാത്രത്തിൽ. അതിൽ ഒരു 8-10 എണ്ണമൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എറിഞ്ഞാൽ പൊട്ടും കേട്ടോ, അങ്ങനത്താണ്. അപ്പോൾ അതാണ് ആ സാധനം. അപ്പോൾ ഇത് നമ്മൾ കുട്ടികളെ തലയിൽ ആദ്യം തല നന്നായി കഴുകി പിന്നെ ചളിയൊക്കെ ഇളക്കി നല്ലോണം ഒന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം കയ്യിലെടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സാമ്പൊക്കെ തേച്ച് കൊടുക്കണ പോലെ തേച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒരു വെള്ള മുണ്ട് തലയിൽ കെട്ടിയിട്ട് വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചീപ്പി കളയുക. കഴുകി കളഞ്ഞിട്ട് ചീപ്പിയാലും മതി, കളഞ്ഞിട്ട് കഴുകിയാലും രണ്ടിനും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ചീപ്പിയിട്ടാണ് കേട്ടോ കഴുകി കളഞ്ഞത്. എന്നാൽ പിന്നെ വീണ്ടും ഒരു കുളി കുളിച്ചണ്ടല്ലേ എഴുതി. അപ്പം ഇത് നല്ലോണം തലയിൽ എല്ലാ ഭാഗത്തും നമുക്ക് ഈരൊക്കെ തോനെ കാണുന്ന ഭാഗത്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ അത് വാങ്ങിയത്. അപ്പോൾ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് പേൻ ശല്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ പിന്നെ സ്കൂളിലും മദ്രസയിലൊക്കെ പോണ കുട്ടികൾക്ക് തലയിൽ എന്തായാലും പേനും ഈരൊക്കെ കാണും. അപ്പോൾ കൂടുതൽ നല്ലോണം അങ്ങോട്ടില്ല, എന്നാലും ഈരും പേനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എന്നാൽ ഞാൻ കൂടി വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് കേട്ടേക്കിന് തന്നെ ഞാനും ഒന്ന് വാങ്ങിയതാട്ടോ. അപ്പം അങ്ങനെ ഇവിടെ തലയിലൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഇതേപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കണം കേട്ടോ. തേച്ച് എഴുതി ഇവർക്ക് തലക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. മക്കൾക്ക് ഇങ്ങനത്തെയൊക്കെ തേച്ച് കൊടുത്ത് ഇങ്ങനത്തെ മുടി കൊഴിച്ചിലോ അങ്ങനെയൊന്നുമില്ല. ഇവരെല്ലാവരും തേച്ചിട്ട് പിന്നെയാണ് ഞാൻ ഇവിടെ തലയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരിക, എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക കേട്ടോ. അപ്പം അങ്ങനെ തലയിലെ എല്ലാ ഭാഗത്തും തേച്ചു. ഇനി നമുക്കൊരു വെള്ള മുണ്ടെടുത്ത് നന്നായി ഞാൻ എല്ലാ ചെവിൻ്റെ അരികിലൊക്കെ നന്നാക്കി തേച്ചിക്കണം. ചെവിൻ്റെ അരിക് ബാക്കിൽ പിന്നാങ്കുഴി അറിയില്ലേ, അവിടെയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിരിക്കണം കേട്ടോ. അപ്പം ഇതേപോലെ ഒരു വെള്ള മുണ്ടെടുത്തിട്ട് തോർത്ത് മുണ്ടെടുത്ത് നന്നായി ഒന്ന് നമ്മൾ കുളി കഴിഞ്ഞിട്ട് കെട്ടണ പോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ചീപ്പി കളയണോലും ഉണ്ട്, ആദ്യം കേക്ക് കളഞ്ഞിട്ട് ചീപ്പണോലും ഉണ്ട്. അപ്പോൾ കേക്ക് കളഞ്ഞിട്ട് ചീപ്പണീനേക്കാളും നല്ല ഇതാണെന്ന് വിചാരിച്ച് ഞാൻ ആദ്യം ചീപ്പിയിട്ടാണ് കേട്ടോ കേക്കിയത്. അപ്പോൾ ചീപ്പിയിട്ട് കേക്കിയിട്ട് ഒരുപാട് ഒരു മയങ്ങി കിടക്കണ പോലെയൊക്കെ കുറേ കൊഴിഞ്ഞു പോയ പോലെയൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് ചീപ്പണത് നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങണ ആ ചീപ്പുണ്ടല്ലോ, അത് വെച്ചാണ് ഞാൻ ചീപ്പിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.
അസ്സലാമു അലൈക്കും.